ഹായ് എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എക്സലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എക്സലിൻ്റെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ കോഴ്സ് എടുക്കുന്ന കണക്കല്ല നമ്മുടെ കോഴ്സിൽ ചില വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നിങ്ങൾ പഠിപ്പിക്കുന്ന അതായത് നോർമലി ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ച് പഠിപ്പിക്കുന്ന പോലെയല്ല നമ്മൾ പഠിപ്പിക്കുക. നമുക്ക് എന്താണോ നിങ്ങൾക്ക് എക്സലിന് ആവശ്യം. ഇപ്പം നമ്മൾ എക്സലിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒട്ടും എക്സൽ അറിയാത്തവർക്ക് നമ്മൾ ആദ്യം ഒരു ബേസിക്സും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് എന്താണ് എക്സൽ എന്തൊക്കെയുണ്ട്, എക്സൽ നമുക്ക് എന്തൊക്കെ കാര്യത്തിന് യൂസ് ചെയ്യാം, എക്സൽ ആരൊക്കെയാണ് യൂസ് ചെയ്യൽ. നിങ്ങളൊരു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എക്സൽ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും. അതായത് എക്സലിൻ്റെ അനാവശ്യമായിട്ടുള്ള സെഗ്മെൻറ്റിലേക്കും സെക്ഷനിലേക്കും ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എക്സലിൽ പഠിക്കണോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ കുറച്ച് എന്തായാലും ഒരു 8-10 ക്ലാസ്സസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. വലിയ ക്ലാസ് ആയിരിക്കില്ല, ചെറിയ ചെറിയ ക്ലാസ് ആയിരിക്കും. ഒരു 10 മിനിറ്റ് 20 മിനിറ്റിനുള്ളിലുള്ള ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്നാലും നമ്മൾ അത്യാവശ്യം ഏതെങ്കിലും കവർ ചെയ്യുന്നില്ലെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു PDF ബേസിക്സ് ഓഫ് എക്സലിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻസ്, അതേപോലെ റോസ്, കോളംസ്, ഫ്ലാഷ് ഫില്ല്, അതുപോലെ തന്നെ ക്ലിക്ക് ബോർഡ്, ഇതെല്ലാം നമ്മൾ അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും, അതായത് ലുക്കപ്പ് ഫങ്ഷൻസ്, ടേബിള്. ഇപ്പം എക്സൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടേബിള്, അതുപോലെ തന്നെ പൈവോട്ട് ടേബിൾ എന്നെല്ലാം പറയും. അതേപോലെ തന്നെ ലുക്കപ്പ് ഫങ്ഷൻസ്, വി ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, എച്ച് ലുക്കപ്പ്, അങ്ങനെ പറയുന്ന ഒരുപാട് ലുക്കപ്പ് ഫങ്ഷൻ ഉണ്ട്. ഇൻഡെക്സ് മാച്ച് ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ കേൾക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. പക്ഷേ ഈ ഫങ്ഷൻസ് എല്ലാം എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും ടൂൾസ് എല്ലാം ആണ്. അതേപോലെ തന്നെ എക്സലിൻ്റെ യൂട്ടിലിറ്റി ടൂൾസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സലിലുണ്ട്. അപ്പോൾ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് എക്സലിൻ്റെ, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എക്സലിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് എക്സലിൻ്റെ ഫ്രണ്ട് സ്ക്രീനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം നിലവിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മെമ്പർഷിപ്പുകാർക്ക്, നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ക്ലാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇത് തികച്ചും നമ്മുടെ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് ഒരു 3000 റുപ്പീസ് വരുന്ന കോഴ്സാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 3000 റുപ്പീസാണ് കോഴ്സിന് വരുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ മെമ്പർഷിപ്പ് പാക്കേജ് പോലെ വെച്ചിട്ടുള്ളത്. നമ്മൾ മെമ്പർഷിപ്പ് വരുന്നത്, നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നമ്മളെ ടാബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോയിൻ ബട്ടൺ ഉണ്ടാകും. ജോയിൻ ബട്ടണിൽ ഇതുപോലെയാണ് നമ്മളിപ്പോൾ മെമ്പർഷിപ്പ് പാക്കേജ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം 4 മെമ്പർഷിപ്പ് വെച്ചിട്ടുണ്ട്. ചിലപ്പം നിങ്ങളെ സിസ്റ്റം അനുസരിച്ച് റേറ്റ് ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ 59 രൂപ, 179 രൂപ, 799 രൂപ, പിന്നെ 1999. ഈ ഒരു രീതിയിൽ 4 ലെവലാണ് പാക്കേജ് വെച്ചിട്ടുള്ളത്. ഇത് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ എക്സലിൻ്റെ ഒരു കോഴ്സ് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കാഡിക്കലി ഇപ്പം നമ്മൾ ഓൺലൈൻ കോഴ്സിലും ചേരുമ്പോൾ എങ്ങനെയുണ്ടായാലും റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. അറൗണ്ട് 2500-3000 റുപ്പീസാണ് നോർമലി ക്ലാസ്സസിന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമ്മൾ തികച്ചും നമ്മൾ ഈ ഒരു ക്ലാസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്, അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെമ്പേഴ്സിന് തികച്ചും നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ കോഴ്സിൻ്റെ ഫീ അല്ല, ജസ്റ്റ് നമ്മൾ 59 രൂപേൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കോഴ്സ് എന്നല്ല, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ലെവൽസിന് എന്ത് പ്രത്യേകത ചോദിച്ചാൽ 4 ലെവൽസ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് വെബ്സൈറ്റിൽ 3000 റുപ്പീസിൻ്റെ പാക്കേജിലായിരിക്കും നമ്മളിത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് പാക്കേജ് 179ൻ്റെ പാക്കേജിൽ വരുമ്പോൾ നിങ്ങളിപ്പം 59ൻ്റെ പാക്കേജ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലി കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും, വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ ടൈം അനുസരിച്ച് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരെ റിപ്ലൈസും കാര്യങ്ങളെല്ലാം, ചെറിയ ചെറിയ ഡൗട്ടും കാര്യങ്ങളെല്ലാം ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് ആൾക്കാർ റിപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെ സെക്കൻഡ് ലെവലിലേക്ക് വരുമ്പോൾ, പ്രീമിയം മെമ്പറിലേക്ക് വരുമ്പോൾ, ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഓപ്ഷനാണ് പ്രീമിയം മെമ്പർ. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ
അപ്പം നിങ്ങൾ പ്രീമിയം മെമ്പറിലേക്ക് വന്നു കഴിയുമ്പം ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്ക്രീന് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റുന്നതാണ്. അതുപോലെ വോയിസും കാര്യങ്ങളും അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിപ്ലൈ വാട്സപ്പിൽ തരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അത് നമ്മളിങ്ങനെ സോർട്ട് ചെയ്യാൻ കാരണം ഇപ്പോൾ തേർഡ് മെമ്പർഷിപ്പിലേക്ക് വരും. ഇപ്പോൾ അടുത്ത മെമ്പർഷിപ്പ് വരുന്നത് ക്ലോസ് കണക്ട് മെമ്പറാണ്. അതിന് അറൗണ്ട് 799 ആണ് കോസ്റ്റ് ഫീ വരുന്നത്. നമ്മൾ ഇതെല്ലാം 59 ഓപ്പൺ ചെയ്ത് കൊടുക്കാത്ത വെച്ചാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പം 59 തരുന്നുണ്ടെങ്കിലും നമുക്കത് ചിലപ്പം 20 രൂപയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടുക. നിങ്ങൾ 59 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത്രക്കും കുറവാണ്. നമുക്കിപ്പം മെമ്പേഴ്സും കാര്യങ്ങളും കുറവാണെങ്കിൽ, കോഴ്സ് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് വരുമാനമോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പിടിക്കുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പം പഠിച്ചു വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറേ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം നമുക്കത് ഇതിന് വേറെ ടീമിനെ വെക്കേണ്ടി വരും, ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സഗ്രിഗേഷൻ വെച്ചത്. അപ്പോൾ ക്ലോസ് കണക്ട് മെമ്പർ മൂന്നാമത്തെ മെമ്പർഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസും ഉണ്ടാവും. അതായത് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വോയിസിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻസിലൂടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടില്ല, ഇപ്പം ഇന്ന ടൈം ഇപ്പോൾ 7 മണിക്ക് ശേഷം നിങ്ങൾ കോൾ ചെയ്യുകയാണ്, നമുക്ക് മീറ്റോ അല്ലെങ്കിൽ റിമോട്ട് ഡെസ്ക്ടോപ്പോ വെച്ചിട്ട് നമുക്കത് കോളിലൂടെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ്. അതിപ്പോൾ ലിമിറ്റഡ് പീരീഡ് ആയിരിക്കും. നിങ്ങൾക്ക് കോഴ്സിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡൗട്ട്സും വലിയ വലിയ ഡൗട്ട്സ് ആയാലും എല്ലാം നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് വീഡിയോ മീറ്റിലൂടെ എല്ലാം കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. അതാണ് തേർഡ് ക്ലോസ് കണക്ട് മെമ്പറിൽ വരുന്നത്. ഫോർത്ത് അൺലിമിറ്റഡ് സപ്പോർട്ടറിൽ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നമ്മൾ പ്രധാനപ്പെട്ട എക്സൽ ഞാൻ പറഞ്ഞ കണക്ക് ബേസിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് ലെവൽ കാര്യങ്ങൾ കുറച്ചുണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈവോട്ട് ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലുക്കപ്പ് ഫംഗ്ഷൻസ്, വി ലുക്കപ്പ്, എക്സ് ലുക്കപ്പ്, ഇതുപോലുള്ള ലുക്കപ്പ് ഫംഗ്ഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ചാർട്ട് കാര്യങ്ങൾ, അതുപോലെ തന്നെ പവർ ക്വയറി ഫംഗ്ഷൻസ്, ഇങ്ങനെയുള്ള വളരെ പ്രധാന ഫംഗ്ഷൻസ് ഇല്ലെങ്കിൽ പ്രധാന ഫംഗ്ഷൻസ് നിങ്ങൾക്കത് നിങ്ങൾ ഓഫ്ലൈനിൽ ഒരു ക്ലാസ്സിന് പോയാൽ, നിങ്ങളൊരു പഠിപ്പിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കുക, ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോൾ ഫിസിക്കലി ഓരോന്ന് ചെയ്ത് കാണിച്ചു അല്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു 1,999 പാക്കേജ് എടുത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വീലുക്കപ്പ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് നിങ്ങളുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട്, റിമോട്ട് ഡെസ്ക് വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങളും ഒരുമിച്ച് ചെയ്തിട്ട് തന്നെ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ആ ഒരു സെക്ഷനിൽ 100% നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ വീലുക്കപ്പ് ആയാലും ടേബിൾ ആയാലും എക്സലിൻ്റെ ബേസിക്സ് ആയാലും നിങ്ങൾ 100% നിങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ ഒരാളെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു 4 മെത്തേഡിൽ നമ്മൾ വരുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ആണ് നമ്മൾ കോഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ഡയറക്റ്റ്ലി വെബ്സൈറ്റിലേക്ക് മാറ്റും. അവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കിട്ടുക. റെക്കോർഡഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും അറൗണ്ട് 3,000 റുപ്പീസ് ബിലോ 3,000 റുപ്പീസ് ആയിരിക്കും നമ്മൾ കോഴ്സ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ആക്സസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും അതിൽ യൂസ് ചെയ്ത എല്ലാ ഫയൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ എക്സലിലേക്ക് കടക്കാം. അപ്പം എക്സൽ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ, ഇതിൻ്റെ തൊട്ട് മുമ്പിലെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ PC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതായത് വിൻഡോസ് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മാക് കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ഏതായാലും നമുക്ക് എക്സൽ യൂസ് ചെയ്യാൻ പറ്റും. ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി എങ്ങനെ എക്സൽ ആക്സസ് ചെയ്യാമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ ഒട്ടുമിക്ക സിസ്റ്റം വാങ്ങുമ്പോഴും നിങ്ങളെ എക്സൽ നിങ്ങളെ സിസ്റ്റത്തിൽ ഉണ്ടാകും. അതേപോലെ തന്നെ എക്സൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിൽ നമ്മൾ ഈ ചാനലിൽ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എക്സൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എക്സൽ ഇപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എക്സൽ വരുന്നത്. എക്സൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ്. 365 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 2024 വേർഷൻസും ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് ഇന്ന് വരെ ഇറങ്ങിയ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൂൾ വരെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് എക്സലിൻ്റെ ഐക്കൺസും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. 365 അതിൻ്റെ ഐക്കൺസ് മാറിയിട്ടുണ്ട്.
ഇപ്പോൾ എക്സൽ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നു. എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതാണ് എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളൊരു വിൻഡോ. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ഒരു സെക്ഷനിൽ വരുന്നത് നമ്മൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത എക്സൽ ഫയലാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ മോർ ടെംപ്ലേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഓൾറെഡി എക്സലുകാർ തന്നെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുത്താലെല്ലാം എക്സൽ തന്നെ നമുക്ക് ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ആക്കി തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. നമുക്ക് അതിലേക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരാം. ഞാൻ ഇവിടെ ബ്ലാങ്ക് വർക്ക് ബുക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ബ്ലാങ്ക് വർക്ക് ഷീറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എക്സലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വിൻഡോയിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ബുക്ക് 1 എന്ന് പറയുന്നത് ഈ എക്സൽ വർക്ക് ബുക്കിൻ്റെ പേരാണ് ഇവിടെ കാണിക്കുന്നത്. ബുക്ക് 1 ആയിട്ട് എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരുന്നത് ബുക്ക് 1 എന്നാണ്. ബുക്ക് എന്ന് പറയുന്നത് എക്സൽ ബുക്കാണ്. ഓക്കെ, ചിലവർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് എക്സൽ വർക്ക് ഷീറ്റും വർക്ക് ബുക്കും. എക്സൽ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സൽ ഫയലാണ്. അതിൽ ഒരുപാട് ഷീറ്റസും കാര്യങ്ങളെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഷീറ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കിനുള്ള ഓരോരു ഷീറ്റാണ്. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെക്കാം. ഇവിടെ നമുക്ക് എക്സലിൻ്റെ നമ്മൾ വർക്ക് ബുക്കിൻ്റെ നെയിം കാണും. ഇവിടെ നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് സേവ് ആസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാത്തിലേക്കാണോ വേണ്ടത് അവിടെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് റീനെയിമും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫയൽ നെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബുക്ക് 1 എന്നുള്ള പേരും കാര്യങ്ങളെല്ലാം മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ എക്സൽ തന്നെ പറയുന്നത് കുറേ ആൾക്കാർ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരുപാട് റോസും കോളംസ് എല്ലാം ഇതിൽ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ഓരോരോ ബോക്സ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും. കാരണം നമ്മളെ കോഴ്സിൽ ചിലപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് ഒട്ടും എക്സൽ അറിയാത്ത ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്വീഡ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത്രയും സ്വീറ്റായിട്ടും ആണ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ഇവിടെ ചെറിയ ചെറിയ ബോക്സുകൾ കാണും. ഇതിനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓരോരോ അറകളെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ABC ഇതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത്. കോളംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ഇപ്പം ആൽഫാബറ്റ് ABCD. അങ്ങനെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ റൈറ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ XFD വരെ ഉണ്ട് കോളംസ്. അത്രയും കോളംസ് എക്സലിൽ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇട്ടത് നമ്പേഴ്സ് ആണ്. 1 2 3 4 5 ഇങ്ങനെ ഓരോരോ നമ്പേഴ്സ് ഇങ്ങനെ ഇടാനുള്ളൊരു കാരണം നമുക്ക് ഈ സെൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് വേണം. അതായത് സെല്ലിന് ഒരു നെയിം വേണം. ആ ഒരു നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോസും കോളംസിൻ്റെ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ നെയിമിൻ്റെ ഒരു ഫീൽഡ് കാണാം. ഇപ്പം നമ്മൾ ഏത് സെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ സെല്ലിന് ഒരു പേരുണ്ടാകും. ആ പേരാണ് ഒന്ന് കോളത്തിൻ്റെ ലെറ്ററും അതുപോലെ തന്നെ റോസിൻ്റെ നമ്പറും കൂട്ടിയതാണ് ഈ ഒരു സെൽ റെഫറൻസ്. സെൽ റെഫറൻസ് ഇവിടെ കാണിക്കും. ഇവിടെ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടാബ് ഉണ്ട്, നെയിം ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയനെ പറയുന്നതാണ് നെയിം ബോക്സ്. ഈ ഒരു ഏരിയനെ പറയുന്നതാണ് നെയിം ബോക്സ് എന്നുള്ളത്. നമ്മളിത് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സെല്ലിൻ്റെ റെഫറൻസ് ആ ഒരു നെയിം ബോക്സിൽ കാണും. നെയിം ബോക്സിന് ഒരുപാട് വേറെ ഫീച്ചേഴ്സും ഉണ്ട്. അത് നമുക്ക് അടുത്ത ഓരോരോ ക്ലാസ്സിൽ അത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളിപ്പം ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു സെൽ റെഫറൻസ് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത് G5. അതായത് Gത്തെ കോളവും അതുപോലെ തന്നെ 5ാമത്തെ റോവുമാണ്
ഈ ഒരു സെല്ലിൻ്റെ റെഫറൻസ്. ഈ സെൽ റെഫറൻസ് എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, നമുക്ക് അതിലേക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരാം. ഈ ഒരു സെല്ല് നമ്മൾ ഈ കോളത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. വേണമെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, നെയിം കാര്യങ്ങൾ. ഇപ്പം ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്പേഴ്സും ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പം അലൈൻമെൻറ്റ് ശ്രദ്ധിക്കണം. ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണെങ്കിൽ അത് ടെക്സ്റ്റ് ഫോർമാറ്റ് ആണ്. റൈറ്റ് അലൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്പർ ഫോർമാറ്റ് ആണ്. നമ്പർ ഫോർമാറ്റും ടെക്സ്റ്റ് ഫോർമാറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഇപ്പോൾ എക്സൽ വന്നു കഴിഞ്ഞാൽ എക്സൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കാൽക്കുലേഷൻസ് ചെയ്യാനാണ്, കണക്കുകൾ ചെയ്യാനാണ്. നിങ്ങളെ പേഴ്സണൽ ലൈഫ് ആണെങ്കിലും, ഇല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും, ഇല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആണെങ്കിലും, എല്ലാവരും ഡോക്ടേഴ്സും ഏത് ബിൽഡിംഗ് ഏത് വർക്ക് എടുത്തു കഴിഞ്ഞാലും, എന്ത് ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും ബില്ലിംഗ് സോഫ്റ്റ്വെയർ പലതും ഉണ്ട്. എത്രയോ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിലവിൽ മാർക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷെ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ എന്ന് പറയുന്നത്. എക്സൽ ഒട്ടുമിക്ക 99% കമ്പനീസ് ആയാലും, ഹോസ്പിറ്റൽ മേഖലയിലുള്ളവരായാലും, എഡ്യൂക്കേഷൻ മേഖലയിലുള്ളവരായാലും, ഏത് ഫീൽഡിലുള്ളവരായാലും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. പേഴ്സണലി നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താൻ പോലും എക്സൽ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അത് അത്രക്കും യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് എല്ലാവരും എക്സൽ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? സെൽ റെഫറൻസ്. എക്സലിന് എന്തിനാണ് സെൽ റെഫറൻസ്? അത് കോളം ഐഡന്റിഫൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ ആ ഒരു സെല്ല് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഔട്ടർ ലൈൻ കണ്ടോ? ഇതിനെയാണ് ആക്റ്റീവ് സെല്ല് എന്ന് പറയുന്നത്. ഇതിനെയാണ് ആക്റ്റീവ്, ഏത് സെല്ലാണോ ഇപ്പം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് അതിനെയാണ് ആക്റ്റീവ് സെല്ല് എന്ന് പറയുന്നത്. പിന്നെ സെൽ റെഫറൻസ്, ജസ്റ്റ് നിങ്ങൾക്ക് സെൽ റെഫറൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കാം. നമുക്കിപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ ഈ 100, 350, 240 ഇതിൻ്റെ ടോട്ടൽ കാണണം, ഇല്ലെങ്കിൽ അത് 3 കൂട്ടണം. നമുക്ക് എങ്ങനെ കൂട്ടാം? ഇവിടെ ഇസ് ഈക്വൽ ടു അടിക്കുന്നു. ഈക്വൽ ടു കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെല്ലാമാണ് കൂട്ടേണ്ടത്? ഇവിടെ കാണുന്ന 100, 350, 240 ഇത് 3 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഈ 100ൻ്റെ സെൽ റെഫറൻസ് എത്രയാ? C1 ആണ് 100ൻ്റെത്. അപ്പോൾ ഇവിടെ C1 അടിക്കുന്നു. ഓട്ടോമാറ്റിക് ആ ഒരു C1 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ആയി. പ്ലസ് അടുത്തത് ഏതാണ് കൂട്ടേണ്ടത്? 350 ആണ്. ഞാൻ ഇവിടെ C2 കൊടുക്കുന്നു. ആ ഒരു സെല്ല് സെലക്ട് ആയി. അടുത്തത് 240 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ C3 കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ അതിൻ്റെ ടോട്ടൽ വന്നു. ഇത് ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്? ചിലവർക്ക് ഡൗട്ട് ചോദിക്കും, ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നോർമലി കൂട്ടിയാൽ പോരെ. ഇപ്പം ഈക്വൽ ടു അടിച്ചിട്ട് ഒന്നും കൂടെ കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു. 100 പ്ലസ് 350 പ്ലസ് 240 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടും എൻ്റർ പ്രസ് ചെയ്താലും ടോട്ടൽ കിട്ടും നമുക്ക്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു മുകളിൽ കൊടുത്ത സെൽ റെഫറൻസ് യൂസ് ചെയ്ത് കൊടുത്തത് ഇത് ഡൈനാമിക് ആണ്. ഇവിടെ 350 ഉള്ളത് നമ്മൾ 450 ആക്കി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ആ 450 മാറ്റുമ്പം ടോട്ടൽ മാറി. ഇവിടെ ഓട്ടോമാറ്റിക്കലി 790 ആയി. കാരണം സെൽ റെഫറൻസ് ആണ് നമ്മൾ കൊടുത്തത്. ഇതിനെല്ലാം സെൽ റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് മൾട്ടിപ്പിൾ ഷീറ്റ്, നിങ്ങൾക്ക് ഒരു 10 ഷീറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോരോ ഷീറ്റിലെ ഡാറ്റയും ഇതുപോലെ ലിങ്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ മാറിയിട്ടില്ലല്ലോ. ഇതേ സാധനം തന്നെ നമുക്ക് പല മെത്തേഡിലും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലസ് ഇട്ടിട്ടാണ് കൊടുത്തത്. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്നല്ലേ? ഓരോരോ സെല്ല് ഇങ്ങനെ സെലക്ട് ചെയ്ത് പ്ലസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണ്ടേ? C1, C2, C3 അതങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു നമുക്ക് 200 ഇത് സെലക്ട് ചെയ്താൽ മതി. പ്ലസ് ഇത് 450 സെലക്ട് ചെയ്യുന്നു. D2 ഓട്ടോമാറ്റിക്കലി വന്നു. പ്ലസ് D3 ഓട്ടോമാറ്റിക്കലി വന്നു. എൻ്റർ, അവിടെ ടോട്ടൽ കിട്ടി. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ എക്സലിലെ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഫങ്ഷൻസിലേക്കെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈക്വൽ ടു എക്സലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. SUM സം ഫംഗ്ഷൻ. ഓപ്പൺ പാരാൻഡസ് കൊടുക്കുന്നു. നമുക്കിവിടെ
ഈ ഒരു സെൽ റെഫറൻസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ 300 മുതൽ 200 വരെ ക്ലിക്ക് ചെയ്ത് വെച്ച് ഡ്രാഗ് ചെയ്താൽ ഇവിടെ എൻ്റർ പ്രസ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതല്ല നിങ്ങൾക്കിപ്പം ഇവിടെ കണ്ടില്ല. അപ്പോൾ അതേപോലെ തന്നെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്കിപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് വിചാരിക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും നമ്പേഴ്സ് ഉണ്ട് വിചാരിക്കുക. ഇത് ഓരോന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈസ് ഈക്വൽ ടു ആദ്യം സം ഫംഗ്ഷൻ കൊടുക്കുന്നു, ഓപ്പൺ പാരാൻതീസിസ് കൊടുക്കുന്നു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്ന് പറയുന്ന കോളത്തിലാണ് ഉള്ളത്. ഫങ്ഷൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷൻസും വേണ്ട. നമ്മളിത് ജസ്റ്റ് നിങ്ങൾക്ക് സെൽ റെഫറൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ മാത്രമാണ് ഇവിടെ നമ്മൾ ഇത് കൊടുക്കുന്നത്. നിങ്ങൾക്കിത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫങ്ഷൻസിന്റെ സെക്ഷൻ എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇവിടെ ഈ ഒരു സെല്ല് എന്ന് പറയുന്ന സെല്ലിലില്ല. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിലുള്ള ടോട്ടൽ നമുക്ക് വേണം, ഈ ഒരു എൻറ്റയർ നമ്പേഴ്സിന്റെ ടോട്ടൽ വേണം. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമുക്ക് ഓരോന്ന് ഇൻഡിവിജ്വൽ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ചിലപ്പം 1,00,000 നമ്പേഴ്സ് എല്ലാം ചിലപ്പം വലിയ വലിയ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെഫർ ചെയ്യാം, ഇപ്പൊ എന്ന് പറയുന്ന ഒരു കോളത്തിലാണ് ഈ നമ്പേഴ്സ് എല്ലാം ഉള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു ഞാൻ. ഇവിടെ ഇയില് എത്രാമത്തെ റോ മുതലാണ് നമ്പേഴ്സ് ഉള്ളത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒന്നാമത്തെ റോ, അതായത് ഈ ഒന്നാമത്തെ റോ മുതലാണ് നമ്പേഴ്സ് ഉള്ളത്. എത്രാമത്തെ റോ വരെയാണ് ഉള്ളത്, ഇവിടെ കാണാം 14ാമത്തെ റോ വരെയാണ് നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1 കൊടുക്കുന്നു. അപ്പൊ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ 1ലുള്ള ഡാറ്റ സെലക്ട് ആയി, 300 സെലക്ട് ആയി. എന്നിട്ട് അടുത്തത് ഞാൻ എന്ത് ചെയ്യുന്നു, കോളൻ ഇടുന്നു. എത്ര വരെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഈ 14 വരെ. അപ്പോൾ ഈ അടിച്ചിട്ട് ഞാൻ 14 കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഈ 1 മുതൽ ഈ 14 വരെ സെലക്ട് ആയി. ക്ലോസ് പാരാൻതീസിസ് കൊടുക്കുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് എക്സലിൽ ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, ക്ലോസ് ചെയ്യാണ്ട് എൻ്റർ അടിച്ചാലും നിങ്ങൾക്കത് ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ വന്നു 3200. ഇത് ഡൈനാമിക് ആണ്. ഇവിടെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഫിഗേഴ്സ് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ റെഫറൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫങ്ഷൻസിന്റെ ടാബിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു ഫ്രണ്ട് സ്ക്രീനിലുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിന്റെ കാര്യങ്ങൾ പഠിച്ചു. ഏത്, ഇതാണ് നമ്മുടെ ബുക്കിന്റെ നെയിമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഓരോരോ ടൈറ്റിൽ കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോരോ ഹെഡ് കാണാം. ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡ്രോ, പേജ് ലേഔട്ട്, ഫോർമുല, ന്യൂ ടാബ്. ഇത് നമുക്ക് ഇപ്പം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പുതിയ പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യാൻ. ഇതേപോലെ ഓരോരോ ടാബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാം അതിൽ ഓരോരോ ഗ്രൂപ്പ്സ് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ ഗ്രൂപ്പ് കാണാം. ഗ്രൂപ്പിന്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിപ്പ് ബോർഡ് നട്ട് ഒരു ഗ്രൂപ്പ് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടിന്റെ ഒരു ഗ്രൂപ്പ് കാണാം. അതുപോലെ തന്നെ ഇവിടെ അലൈൻമെന്റിന്റെ ഒരു ഗ്രൂപ്പ് കാണാം. ഇവിടെ നമ്പേഴ്സിന്റെ ഗ്രൂപ്പ് കാണാം. ഇവിടെ സ്റ്റൈല്, അങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ട് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ ഫങ്ഷൻസും. ഈ ഗ്രൂപ്പിന്റെ താഴെ ഒരു ജസ്റ്റ് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീന് എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ കാണുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ഞാൻ ഇവിടെ ഇപ്പം ഓൾറെഡി ഇവിടെ കാണുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. ഇത് ചില സിസ്റ്റത്തിൽ ചിലപ്പോൾ ടോപ്പ് ഇവിടെ ആയിരിക്കും ചിലപ്പം കാണാൻ മുകൾ ഭാഗത്ത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ താഴെ ഭാഗത്തും വെക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെച്ചാണ്. ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എക്സലില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻറ്റയർ ഷീറ്റിനെ ഈ ഒരു ഏരിയനെ പറയുന്നതാണ് എക്സൽ റിബൺ. ഇത് വളരെ ഫേമസ് ആണ്. ഈ എക്സൽ റിബണിലാണ് ഈ കാര്യങ്ങൾ മൊത്തം ഉള്ളത്. ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ
ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇത്ര ഫങ്ഷൻസ് ഉണ്ട് എന്ന്. ഇപ്പോൾ ഇത് പറഞ്ഞാണൊക്കെ ഇവിടെ ക്ലിപ്പ്, കോപ്പി, പേസ്റ്റ്, ഫോർ ഇതെല്ലാം നമ്മൾ ഒരു ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഫങ്ഷൻസ് ഇപ്പം ഇതിൻ്റെ എല്ലാം ഫോർമാറ്റിൽ ഫോണ്ട് മാറ്റാനും അതുപോലെ തന്നെ ബോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇറ്റാലിക് ആക്കാനും എല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഏരിയക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലിവിടെ ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സലിലേക്ക് ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, വേറെ എക്സൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഷേപ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഐക്കൺസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫീൽഡാണ് ഇൻസേർട്ടിൽ വരുന്നത്. ഡ്രോ വരുന്നുണ്ട്, നമുക്ക് എക്സൽ വരയ്ക്കാനും പിടിക്കാനെല്ലാം നമ്മൾ ഈ ഒരു ഡ്രോ എന്ന് പറയുന്ന ഇതാണ് വെക്കുന്നത്. പേജ് ലേഔട്ട് വരുന്നുണ്ട്, പേജ് സെറ്റപ്പും പേജിൻ്റെ മാർജിൻ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രിന്റ് സെറ്റ് ചെയ്യുന്നതെല്ലാം ഈ ഒരു ടാബിലാണ് വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബാണ് ഫോർമുലാസ്. ഇത് എക്സലിലെ ഫങ്ഷൻസും ലോജിക്കൽ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം ഫിനാൻഷ്യലി കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ന്യൂ ടാബ് നിങ്ങളിൽ ഉണ്ടാവില്ല, ഞാനത് ആഡ് ചെയ്ത് വെച്ചാണ്. പിന്നെ വരുന്നതാണ് ഡാറ്റ ടാബ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡാറ്റ ഇതിലേക്ക് ലിങ്ക് ചെയ്യണം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഡാറ്റ ഏരിയയിൽ നിന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഒരുപാട് പവർഫുൾ ഫങ്ഷൻസ് വരുന്നുണ്ട്, വാട്ട് ഇഫ് അനാലിസിസ് വരുന്നുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസോളിഡേറ്റ്, ഡാറ്റ വാലിഡേഷൻ, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, ഫ്ലാഷ് ഫില്ല്, ഇതെല്ലാം എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ്. ഗ്രൂപ്പ്, അൺഗ്രൂപ്പ് എന്നെല്ലാം പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റിവ്യൂ വരുന്നുണ്ട്, ഇതിൽ പ്രൊട്ടക്ട് ഷീറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അതുപോലെ തന്നെ വ്യൂ ടാബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഡെവലപ്പർ മോഡും കാര്യങ്ങളും നമ്മൾ ഇനേബിൾ ചെയ്ത് വെച്ചാണ്. അത് നിങ്ങളിൽ ഡീഫോൾട്ട് ഉണ്ടാവില്ല, അത് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സൽ തുറക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പഠിച്ചു ഓൾമോസ്റ്റ്. അതേപോലെ തന്നെ ബോട്ടം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ഇത് നമുക്ക് പേജ് ഇൻസേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐക്കണാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സൽ ഇതുപോലെ പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പേര് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പേരും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനൊരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടാബ് കളർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് പേജ് ഷീറ്റിൽ താഴോട്ടേക്കും മുകളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രോൾ ബാർ കാണാം. അതായത് ഇവിടെ വെർട്ടിക്കൽ സ്ക്രോൾ ബാർ കാണാം, അതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ക്രോൾ ബാർ കാണാം. ഇവിടെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്രോൾ ബാർ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ബോട്ടം സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേജ് സൂം ഇന്നും സൂം ഔട്ടും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്കെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. പ്രിന്റ് സെക്ഷനിലേക്കെല്ലാം വരുമ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാകും. പിന്നെ എക്സലിൽ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് ഈ ഒരു ഫോർമുല ബാർ. ഇത് എക്സലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സലിൽ നമുക്കറിയാം ഫോർമുലാസ് ഉണ്ട്, ഫങ്ഷൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ആ ഒരു ഫോർമുലാസ് എല്ലാം ഇവിടെ നിന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഇവിടെ നമുക്ക് വ്യൂ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 790 കാണുന്നത്. ഇവിടെ നമ്മളൊരു ഇക്വേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് C1 + C2 + C3. അതെവിടെ കാണുന്നുണ്ട്? ഇതാ ഇവിടെ കാണുന്നുണ്ട് C1 ഫോർമുല ബാറിൽ. ഇവിടെ അതിൻ്റെ ഇത് മൊത്തം ഇവിടെ വിസിബിൾ ആകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. പ്ലസ് ഇപ്പം D1 കൊടുത്തു കഴിഞ്ഞാൽ D1 കൂടെ സെലക്ട് ആകും. ഇവിടെ നിന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിയും, ഇവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും കഴിയും. അതിനാണ് ഫോർമുല ബാർ യൂസ് ചെയ്യുന്നത്. ഇനി ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് സേവ് ചെയ്യണ്ട. അപ്പോൾ ഫയൽസിൽ പോയിട്ട് ഇവിടെ സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ PC-യിലേക്ക് ഡൗൺലോഡ്സിലാണെങ്കിൽ ഡൗൺലോഡ്സിൽ ഇവിടെ റീനെയിം കൊടുക്കുക, എന്താണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് അതിവിടെ സേവ് ചെയ്യാനും പറ്റും. ഇവിടെ സേവ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എക്സൽ ഫയൽ സേവ് ആയി. അപ്പോൾ ഇതാണ് എക്സലിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് പഠിക്കുക, ഒന്ന് നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പം ഇന്ന് പഠിച്ചത്. നാളെ മുതൽ നമുക്ക് ഇതിൽ ഹോം ടാബ് മുതൽ ഓരോരോ ടാബും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ആയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ആഷിഫ് സൈനിങ് ഔട്ട്.